ദിനോസറുകളെ നമുക്ക് പ്രിയങ്കരനാക്കിയത് സ്റ്റീവൻ സ്പിൽബർഗിന്റെ ജുറാസിക് പാർക്കാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ദിനോസറുകളെ കുറിച്ച് പഠിക്കാനും അറിയാനുമുള്ള വലിയൊരു സിനിമയായിരുന്നു ജുറാസിക് പാർക്ക്. ഈ പാർക്കിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു ദിനോസർ പാർക്ക് ദുബായിൽ ഒരുങ്ങിയിരിക്കുകയാണ് സന്ദർശകർക്കായി. ജീവൻ തുടിക്കുന്ന 100 ദിനോസറുകളുടെ വലിയ മാതൃകകളാണ് ഈ പാർക്കിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ജീവൻ തുടിക്കുന്ന ദിനോസറുകളുടെ പ്രതിമകൾ മാത്രമല്ല, അവയുടെ ഫോസിലുകളും ചരിത്രവും ഒക്കെ പഠിക്കാനും ഈ പാർക്ക് വലിയ അവസരമൊരുക്കുന്നു. ദിനോസറുകളുടെ ജീവചരിത്രം പഠിപ്പിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ദിനോസർ പാർക്ക് ദുബായിൽ തയ്യാറായി. സബീൽ പാർക്കിൽ ദിനോസറുകളുമായി ബന്ധപ്പെട്ടതെല്ലാം ഒരുക്കിയിരിക്കുന്നു. ഞായറാഴ്ച പാർക്ക് പൊതുജനങ്ങൾക്കായി തുറക്കും. ജുറാസിക് പാർക്കിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലാണ് ദുബായിലും ലോകത്തിലെ ഏറ്റവും വലിയ ദിനോസർ പാർക്ക് സജ്ജമാക്കിയിരിക്കുന്നത്. This dinosaur park is the largest dinosaur park in this part of the world. We have over 100 dinosaurs here, and the whole park is on educational base. The area where we are standing, it is called the Dino Era. We have 3 generations of dinosaurs here. The first generation, second generation, third generation. The second generation was a Jurassic, which everybody knows, and the third generation was Jurassic. Not many people knew that first generation of dinosaurs were all herbivorous. They were not man-eaters. So we showcase, and this knowledge is shared with all the kids. Each dinosaur, the history is written so that kids can know what this dinosaur stands for and which part of the world it belonged to. വൈദ്യുതി കമ്പികളുടെ മാതൃകയിൽ തീർത്തിരിക്കുന്ന അതിർത്തികൾക്കുള്ളിൽ ജീവൻ തുടിക്കുന്ന ഒന്നും രണ്ടുമല്ല 100 വ്യത്യസ്ത ഇനം ദിനോസറുകളെയാണ് നിർമ്മാതാക്കൾ സ്ഥാപിച്ചിരിക്കുന്നത്. സസ്യഭോജികളായ ദിനോസറുകളിൽ തുടങ്ങി ലോകത്തുണ്ടായിരുന്ന അവസാന ദിനോസറിന്റെ കഥകൾ വരെ ഈ പാർക്ക് നമുക്ക് പറഞ്ഞു തരും. ഓരോ ദിനോസറിനും അരികിലെത്തുമ്പോൾ സെൻസർ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഇവ അനങ്ങാനും അലറാനും തുടങ്ങും. ചില കൂറ്റൻ ദിനോസറുകളുടെ വാലുകൾ തൊട്ടടുത്ത മരത്തിലെ ഇലകളെ വകഞ്ഞു മാറ്റുന്നതും നമുക്ക് കാണാം. ദിനോസറുകളുടെ വലിയ ലോകം തന്നെയാണ് സബീൽ പാർക്കിൽ ഒരുക്കിയിട്ടുള്ളത്. ജുറാസിക്, ക്രിട്ടേഷ്യസ് കാലഘട്ടങ്ങളിലായിരുന്നു ദിനോസറുകളുടെ സുവർണ നാളുകൾ. 135 മില്യൺ വർഷങ്ങൾ ഈ ഭീമാകാര ജീവികൾ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്നാണ് പഠനം. ഫോസിലുകളെക്കുറിച്ച് പഠനം നടത്തുന്ന ശാസ്ത്രജ്ഞർ ഈ കാലഘട്ടത്തിലേത് എന്ന് അവകാശപ്പെടുന്ന ദിനോസറുകളുടെ അസ്ഥിപഞ്ജരങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. ദുബായ് ദിനോസർ പാർക്കിലെ മ്യൂസിയത്തിൽ ദിനോസറുകളുടെ ഫോസിലുകൾ സംഘാടകർ കാഴ്ചക്കാർക്കായി എത്തിച്ചിട്ടുണ്ട്. Dino Museum is where all the fossils are kept, and also we have a fossil where the kids can dig and take out the things. We also have a lot of interactive games for the kids this year. We have a riding dino, the kids can ride on the dinos and walk. We have feeding dino, kids can go and feed the dinos. So it's a full fun and entertainment for the entire family. Even from a 3-year-old kid to a 60-year-old man, everybody will enjoy it. ദിനോസറുകളുടെ ജീവിതം വെളിവാക്കുന്ന ഒട്ടനവധി കാര്യങ്ങളും ഇവിടെയുണ്ട്. ജുറാസിക് കാലഘട്ടത്തിന് മുൻപുള്ള ട്രയാസിക് സമയത്ത് ദിനോസറുകളുടെ മുൻഗാമികൾ പ്രത്യക്ഷപ്പെട്ട് പിന്നീട് ദിനോസറുകളുടെ സ്വഭാവ സവിശേഷതകളുള്ള മൃഗങ്ങൾ രൂപം കൊണ്ടു. ഇതിനുശേഷമാണ് യഥാർത്ഥ ദിനോസറുകളുടെ ജനനം. എന്തായാലും ഒരു കാലത്ത് ഭൂമി അടക്കി വാണിരുന്ന ദിനോസറുകളുടെ ചരിത്രം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളെ അഭിനന്ദിക്കുക തന്നെ വേണം. വെറുതെ കാഴ്ചകൾ കണ്ട് നടക്കാൻ മാത്രമല്ല സബീൽ പാർക്കിലെ ഈ ദിനോസർ കാഴ്ചകൾ. ഓരോ ദിനോസറിന്റെ ചുവട്ടിലും ഇവയെക്കുറിച്ചുള്ള സകല വിവരണങ്ങളും വായിക്കാൻ കഴിയും. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാനും അനുഭവിക്കാനും ദിനോസറുകളെ കുറിച്ച് പഠിക്കാനും പാർക്ക് അവസരമൊരുക്കുന്നു. കുട്ടികൾക്ക് ദിനോസർ വണ്ടികളും സജ്ജമാക്കിയിട്ടുണ്ട്. പണം നൽകി ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ നിരവധി വ്യത്യസ്ത തരങ്ങളിലുള്ള ദിനോസർ മാതൃകകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കുതിരപ്പുറത്തിരിക്കുന്ന അനുഭവമാണ് കുട്ടികൾക്ക് പാർക്ക് സമ്മാനിക്കുന്നത്. ദിനോസറുകളെ തീറ്റാനും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനുമുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു.
മൃദുവായ സിലിക്കോണും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചാണ് ദിനോസറുകൾ നിർമ്മിച്ചിട്ടുള്ളത്. സബീൽ പാർക്കിലെ പുൽമൈതാനങ്ങളിൽ ഇവ അനങ്ങിയും അലറിയും നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും ദിനോസറുകളുടെ ലോകത്തെത്തിയ പ്രതീതിയാണ് ഓരോ സന്ദർശകനും ലഭിക്കുക.